എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഇക്കിഗായി എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് തന്നെയാണെന്നുള്ളത്. ഏറ്റവും അധികം നമുക്ക് വേണ്ട ഒരു ഹാബിറ്റാണ് ഇക്കിഗായി എന്ന് പറയുന്നത്. സന്തോഷം, ആരോഗ്യം, ദീർഘായുസ്, ഇതിൽ പരം എന്ത് പുണ്യമാണ് വേണ്ടത്? പക്ഷെ എല്ലാവർക്കും ഇത് സാധിക്കുകയില്ല. കാരണം അതിൻ്റെ പിന്നിൽ പല കാരണങ്ങളുണ്ട്. ഇക്കിഗായി പ്രാക്ടീസ് ചെയ്യേണ്ടത് ആവശ്യം തന്നെയാണ്. ഇക്കിഗായി എന്ന ഒരു വാക്കിൻ്റെ പ്രചോദനം എന്ന് പറയുന്നത് തന്നെ ദ റീസൺ വി ഗെറ്റ് അപ്പ് ഇൻ ദ മോർണിംഗ്, രാവിലെ എഴുന്നേൽക്കാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു കാരണമാണ് ഇക്കിഗായി എന്ന് പറയുന്നത്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കാൻ നമുക്ക് എന്ത് പ്രചോദനമാണുള്ളത്? തീർച്ചയായും ചോദിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഒഗീമി ആണെങ്കിലും ഒക്കിനാവ ഐലൻഡിലെ ആളുകളാണെങ്കിലും അവർക്ക് രാവിലെ എഴുന്നേൽക്കാൻ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പർപ്പസ് ഉണ്ട്, റീസൺ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരെ ജീവിതത്തിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നു, മീനിങ് ഉണ്ടാകുന്നു, ഹാപ്പിനെസ് ഉണ്ടാകുന്നു, ലോങ്വിറ്റി ഉണ്ടാകുന്നു. എത്ര മനോഹരമായിട്ടുള്ള ജീവിതമാണല്ലേ. പണ്ട് കാലത്തൊക്കെ മനുഷ്യർ ഒരുപക്ഷെ ജീവിച്ചിരുന്നത് ഈ പറയുന്ന മീനിങ്ങും സന്തോഷവും എല്ലാം ഉള്ളവരായിട്ടാണ്. പക്ഷെ ഇന്ന് അത് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അവിടെയാണ് ഇക്കിഗായി എന്ന് പറയുന്ന ഹാബിറ്റ് നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കേണ്ടതും കൂടുതൽ മികച്ച വ്യക്തിത്വമാക്കി മാറ്റേണ്ടതും. അപ്പോൾ ഈ ഗവേഷണങ്ങൾ നടത്തിയപ്പോൾ അവർ ഇതിനെ 3 തലങ്ങളിലായിട്ടാണ് പറയുന്നത്. 1 ബോഡി, 2 മൈൻഡ്, 3 സ്പിരിറ്റ്. ശരീരം, മനസ്സ്, ആത്മാവ്. ഈ 3 മേഖലകളെയും ടച്ച് ചെയ്യുന്ന ഒരു ഫിലോസഫി, അതിലെ ഹാബിറ്റാണ് ഈ ഇക്കിഗായി എന്ന് പറയുന്നത്. അപ്പോൾ ഇക്കിഗായി നാം തീർച്ചയായും പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഞാൻ നേരത്തെയും പറഞ്ഞതാണ്, ഈ പുസ്തകം വളരെ ചെറിയ ഒരു പുസ്തകമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ചെറിയ പുസ്തകമെങ്കിലും വായിക്കാനായിട്ട് തീരുമാനിക്കേണ്ട ആവശ്യമാണ്. എനിക്ക് തോന്നുന്നത് ഒരു 2 മണിക്കൂറുണ്ടെങ്കിൽ പുസ്തകം നമുക്ക് വായിച്ച് തീർക്കാൻ സാധിക്കും. പക്ഷേ വായിച്ച് തീർക്കുക എന്നുള്ളതല്ല, അതിൻ്റെ നോട്ട്സ് എടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഡെയിലി പ്രാക്ടീസുകൾ ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത്. ഞാൻ ഈ ബുക്കുകൾ വായിക്കുമ്പോൾ അതിൻ്റെ എല്ലാ നോട്ട്സ് എടുക്കുകയും അതെങ്ങനെ പ്രാക്ടിക്കലി നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യാമെന്ന് ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഇക്കിഗായി എന്ന് പറയുന്ന ഈ ഹാബിറ്റ് മനസ്സിനെയും ശരീരത്തിനെയും ആത്മാവിനെയും ഒരുപോലെ സ്പർശിക്കുന്ന, ഒരുപോലെ മാറ്റം വരുത്തുന്ന ഒരു ഹാബിറ്റാണ്. നെവർ റിട്ടയർ, അതാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ആശയം. ഈ പുസ്തകം വായിക്കുമ്പോൾ ഒരിക്കലും റിട്ടയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കാൻ സാധിക്കാത്ത അവസ്ഥ. കാരണം അത്രമാത്രം ലൈഫ് എൻജോയ് ചെയ്യുകയാണ്. മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഇനിയും ജീവിക്കണം, ഇനിയും വർക്ക് ചെയ്യണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. അതാണ് പർപ്പസ് എന്ന് പറയുന്നത്. റിട്ടയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മളിപ്പോൾ ചെയ്യുന്ന ജോലി, അപ്പോൾ ഓഫീസിലായിരിക്കാം, സ്വന്തം ബിസിനസ് ആയിരിക്കാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, അതിൽ റിട്ടയർഡായി ഒന്ന് വിശ്രമിച്ചിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നാം. ഇന്നത്തെ ധാരാളം പഠനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ, അതുപോലെ വെനിസ്വേല യൂണിവേഴ്സിറ്റി, ഇതെല്ലാം പറയുന്നുണ്ട്. അതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ റിട്ടയർ ചെയ്യേണ്ടായെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ എനിക്ക് ഇനിയും ജോലി ചെയ്യണമെന്നുള്ള ആ ഒരു പാഷൻ, ആ ഒരു സ്പിരിറ്റ്, ആ ഒരു മീനിങ്, ആ ഒരു പർപ്പസ്, ആ ഒരു ഹാപ്പിനെസ്, അത് കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനകത്ത് ബ്ലൂ സോൺസിലെ ആളുകളെക്കുറിച്ച് പഠിക്കുകയും അതിൽ നിന്ന് ഏറ്റവും മികച്ചതായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ ഇക്കിഗായി എന്നുള്ള ഹാബിറ്റ് ഫോളോ ചെയ്യുന്നതിൽ കണ്ടുവരുന്നത് ലെസ് ഡിസീസ് ആൻഡ് ലോങ്വിറ്റി. കുറച്ച് അസുഖങ്ങൾ തന്നെ കുറവാണ്, ഒപ്പം തന്നെ കുറേ അധികം നാളുകൾ ജീവിച്ചിരിക്കാൻ സാധിക്കും. നമ്മളൊന്ന് ചുറ്റുമൊന്ന് കണ്ണോടിച്ച് നോക്കുക. ഇന്ന് വളരെ ചെറുപ്പപ്രായത്തിൽ തന്നെ, അതല്ലെങ്കിൽ ഒരു 40 വയസ്സ് ആകുമ്പോഴേ തൊട്ട് ആളുകൾക്ക് പല അസുഖങ്ങൾ വന്നു തുടങ്ങുകയാണ്. ശരിയല്ലേ? ഡയബറ്റിക്സ് മുതൽ, പ്രഷർ മുതൽ, ആർത്രൈറ്റിസ് മുതൽ, ഇങ്ങനെ പല രോഗങ്ങൾ മനുഷ്യർക്ക് വരികയാണ്. ശരിയാണ്, ടെക്നോളജി മൂലം നമ്മുടെ ആയുസിൻ്റെ ദൈർഘ്യം കൂടിയെങ്കിലും ഹോസ്പിറ്റലിൽ ചിലവാക്കുന്ന, മരുന്നുകൾക്ക് ചിലവാക്കുന്ന പണം ഒത്തിരി വേണ്ടതായി വന്നിരിക്കുന്നു. രോഗങ്ങൾ കൂടി വന്നിരിക്കുന്നു, ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുറേയധികം പണം നാം സമ്പാദിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ അവസാന കാലഘട്ടം ഈ പണമെല്ലാം നഷ്ടപ്പെടുകയും ഒട്ടും സന്തുഷ്ടിയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ജീവിതം വരുന്നൊരു യാഥാർത്ഥ്യ ലോകത്തിലാണ് നാം ജീവിക്കുന്നത് മനസ്സിലാക്കുക. അവിടെയാണ് ഇക്കിഗായി എന്ന് പറയുന്ന ആശയം നാം മനസ്സിലാക്കേണ്ടത്. ഇക്കിഗായിയുടെ ആശയത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പുസ്തകത്തിൽ ആദ്യമേ തന്നെ കാണുവാൻ സാധിക്കുന്നത് 80% ഫുൾ എന്ന് പറയുന്ന ആശയമാണ്. ഈ ആശയങ്ങളെക്കുറിച്ചെല്ലാം വിശദമായി ഇനി സംസാരിക്കും. ഇപ്പോൾ 80% ഫുൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭക്ഷണം കഴിക്കുമ്പോൾ 80% മാത്രം ഫുള്ളാകുക എന്ന ഒരു ആശയമാണ്. വയറ് നിറച്ച് കഴിച്ച് എപ്പോഴും നടക്കാതിരിക്കുക. 80% ഫുൾ എന്ന് പറയുന്ന ആശയം തീർച്ചയായും ഫോളോ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഇനി ഇക്കിഗായി എന്നുള്ള ആശയങ്ങൾ ഫോളോ ചെയ്യുന്നവർക്ക് ഞാൻ കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. സന്തോഷം, ഹാപ്പിനെസ് എല്ലാം ഉണ്ട്. അവർക്ക് ഈ പോസിറ്റീവായിട്ടുള്ള സെക്ഷൽ ലൈഫ് സാധ്യമാകുന്നു. ഇപ്പോഴത്തെ സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ ഈ ആർത്തവ സമയത്തുള്ള
ബുദ്ധിമുട്ടുകൾ അതല്ലെങ്കിൽ ഡിസ്കംഫോർട്ട് എല്ലാം കുറഞ്ഞതായി കാണപ്പെടുന്നു. ഇനി ഓർമ്മശക്തി എപ്പോഴും നിലനിർത്തുവാനും ഡിംനേഷ്യ പോലെ അൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങൾ കുറവായും എല്ലാം കാണപ്പെടുന്നു. ഇപ്പോൾ ഇക്കിഗായ് എന്ന് പറയുമ്പോൾ ലൈഫ് വർത്ത് വെയിൽ, ചെറിയ ജീവിതമാണെങ്കിലും നന്നായി ജീവിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒപ്പം തന്നെ ഇക്കിഗായ് എന്ന് പറയുമ്പോൾ ഒരു ലോങ് ആയിട്ടുള്ള ജീവിതം നമുക്ക് സന്തോഷത്തോടെയും മീനിങ് ഫുള്ളായും വർത്ത് വരാൻ ജീവിക്കാൻ സാധിക്കും. നല്ല അർത്ഥമുള്ള സമ്പുഷ്ടമായ ജീവിതമാണെങ്കിൽ കുറേ നാൾ ജീവിക്കാൻ നമുക്ക് ആഗ്രഹിക്കും. പക്ഷേ ആരോഗ്യമില്ലാത്ത, നിരാശയുള്ള, സന്തുഷ്ടിയില്ലാത്ത, വേറെ ആർക്കവിടെ ജീവിക്കുന്ന ജീവിതമാണെങ്കിൽ നാം പെട്ടെന്ന് മരിക്കാനും ആഗ്രഹിക്കും, അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇക്കിഗായ് ജീവിതം ആരംഭിച്ചുകൂടാ? ഇക്കിഗായ് തീർച്ചയായും നമുക്ക് സാധ്യമാണ്. വലിയ എഫേർട്ട് ഇല്ലാതെ പക്ഷേ ഒരു സ്മോൾ സ്റ്റെപ്പിലൂടെ ഇക്കിഗായ് എന്ന ജീവിതം നമുക്ക് ആരംഭിക്കുവാൻ സാധിക്കും. അപ്പോൾ ഈ ഇക്കിഗായ് ഹാബിറ്റ് എന്ന് പറയുന്ന ഈ വീഡിയോ സീരീസ് നിങ്ങൾക്ക് തീർച്ചയായും എൻ്റെ ചാനലിൽ കാണുവാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഈ വർഷം 100 പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഈ വർഷത്തെ ഉദ്ദേശം. അതിലൂടെ ജീവിതത്തിൽ 10 ഇരട്ടി മാറ്റം കൊണ്ടുവരിക, 2025 എന്ന വർഷത്തിൽ തന്നെ വലിയൊരു മാറ്റം ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യുകയും ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തുകയും ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.